നമ്മുടെ ലാലേട്ടൻ അതുപോലെ തന്നെ ജയറാം, സുരേഷ് ഗോപി അതുപോലെ തന്നെ മഞ്ജു വാര്യർ അഭിനയിച്ച പണ്ടത്തെ എക്കാലത്തെയും സിനിമയാണ് നമ്മുടെ സമ്രൈൻ ബെത്തൽഹേം എന്ന് പറഞ്ഞ സിനിമ. സിനിമേന്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ പരിശോധിക്കുക. നമുക്ക് എത്ര കോടിയാണ് വീണ്ടും റിലീസ് ചെയ്ത സിനിമയ്ക്ക് നേടാൻ സാധിച്ചത്. അതിന് പക്ഷേ എല്ലാവരും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. സമ്രൈൻ ബെത്തൽഹേം റിലീസിന് മുമ്പ് തന്നെയായിട്ട് കേരളത്തിലെ സിനിമയ്ക്ക് ഫൈനൽ പ്രീസെയിൽ ആയിട്ട് റിലീസിന് മുമ്പ് തന്നെയായിട്ട് അഡ്വാൻസ് ആയിട്ട് 4.20 ലക്ഷമാണ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. റിലീസിന് ശേഷം ഓപ്പണിംഗ് ഡേ ആയിട്ട് സിനിമയ്ക്ക് ടോട്ടൽ 15 ലക്ഷമാണ് കേരളത്തിൽ മാത്രം സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ മറ്റു ഭാഗത്തൊക്കെ ആയിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 2 ലക്ഷമാണ് കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് റീ റിലീസിന് ശേഷം. അങ്ങനെ ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് സിനിമ നേടിയെടുത്തത് 17 ലക്ഷമാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും മോശമായ ഒരു സ്റ്റാർട്ട് ഉണ്ടാവില്ല ഈ ഒരു സമ്രൈൻ ബെത്തൽഹേം എന്ന സിനിമയ്ക്ക് ലഭിക്കാനായിട്ട്. അത്രയും പെത്തറ്റിക് ആയ ഒരു മോശമായ ഒരു സ്റ്റാർട്ട് തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്തായാലും ഈ ആഴ്ച നല്ലൊരു സ്ട്രോങ് ആയ ഒരു കളക്ഷൻ വരണം സിനിമയ്ക്ക്, നല്ലൊരു വീക്കെൻഡ് വരണമെങ്കിൽ. അല്ലെങ്കിൽ സിനിമ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് വാനിഷ് ഔട്ട് ആവും. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സമ്രൈൻ ബെത്തൽഹേം എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് വൈസ് കളക്ഷൻ ആയിട്ട്. അതുപോലെ തന്നെ സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തെ അഭിപ്രായം കമന്റ് ചെയ്തിട്ടുക. കാത്തിരിക്കാൻ ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളിലെ ബോക്സ് വൈസ് കളക്ഷൻ ആയിട്ട്. പക്ഷേ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.